ഇത്തരം ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഇതിനേക്കാളും കിടിലനാവും. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോകണം. അപ്പം ഞാനൊരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്, ഇടാ നമുക്ക് നാളെ അവിടെ പോയാലോ എന്നുള്ളത്. അപ്പോൾ ആൾക്ക് യെസ്സും നോയും പറയാം, കാരണം അത് ആളുടെ അവകാശമാണ്, ആളുടെ ഇഷ്ടമാണ്. അപ്പോൾ യെസ് പറയുകയാണെങ്കിൽ നമ്മൾ ആളെ കൂട്ടി പോകും, കാരണം ആൾക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹം കാണും. ഇനി നോയാണ് പറയുന്നതെങ്കിൽ ആ നോന് രണ്ട് കാറ്റഗറി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഒന്നെങ്കിൽ നോ പറഞ്ഞിട്ട് എക്സ്ക്യൂസസ് പറയാം, അല്ലെങ്കിൽ നോ പറഞ്ഞിട്ട് റീസൺസും സജഷൻസും പറയാം. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ നോ പറഞ്ഞിട്ട് റീസൺസും സജഷൻസും പറയുന്നവരെയാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ നാളെ പോവാണ് ഒരു സ്ഥലത്തോട്ട്, നീ വരുമോ എന്ന് ചോദിച്ചു കഴിയുമ്പം അവൻ പറയാണ് പറ്റത്തില്ല. എന്നിട്ട് അവൻ പറയും അവന് വരാൻ താല്പര്യമുള്ളതുകൊണ്ട്, എടാ നമുക്ക് നാളെ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരാം, നീ നേരത്തെ പൊയ്ക്കും, അവിടെ വെച്ചിട്ട് നമുക്ക് നേരിട്ട് കാണാം. അല്ലെങ്കിൽ പറയുകയാണ് നമുക്ക് ഇന്ന് പോയാലോ, ഇന്ന് എനിക്ക് നേരത്തെ വർക്കിന് ഇറങ്ങാൻ പറ്റും, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയും. അല്ലെങ്കിൽ പറയും നമുക്ക് ശനിയാഴ്ച പോകാം, രണ്ടുപേർക്ക് ഓഫല്ലേ, അപ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് പറയും. അല്ലെങ്കിൽ പറയും എടാ ഇതിപ്പോൾ എത്രയാവും കാശ്, എൻ്റെ ഒരു $25 ബഡ്ജറ്റേ ഉള്ളൂ, അതിൻ്റെ മേലെ ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ ഇപ്പോൾ $25 താഴെയുള്ള ഏതെങ്കിലും ഒരു പരിപാടി പിടിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വലിയൊരു പരിപാടി പിടിക്കാമെന്ന് പറയും. ഇനി ഈ നോ പറഞ്ഞ എക്സ്ക്യൂസസ് പറയുന്നവരല്ലേ, അവരുടെ എക്സ്ക്യൂസസ് കേട്ടോ. വളരെ കോമഡിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ചിലപ്പോൾ കേട്ട എക്സ്പീരിയൻസ് ഒക്കെ കാണും. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ എക്സ്ക്യൂസസ് പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ എക്സ്ക്യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഞാൻ കേട്ടിട്ടുള്ള എക്സ്ക്യൂസസ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അലക്കാനായിട്ടുണ്ട്, അലക്കിയ തുണി വിരിച്ചിടാനായിട്ടുണ്ട്, എനിക്ക് വീട് വൃത്തിയാക്കാനായിട്ടുണ്ട്. പിന്നെ പറയുന്നൊരു എക്സ്ക്യൂസാണ്, അതാണ് ഏറ്റവും കോമഡി. നമ്മുടെ അടുത്ത് ഇതിന് എത്ര എമൗണ്ട് ആവുമെന്നും എത്ര ആവും ചോദിക്കത്തില്ല. ചിലപ്പോൾ ഫ്രീ പരിപാടി ആയിരിക്കും. ഒന്നും ഇല്ലെങ്കിൽ അങ്ങ് പറയും എടാ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറയുന്നവരില്ലേ, അവർക്ക് ലിറ്ററലി വരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവരുടെ അടുത്തിടുന്ന എഫേർട്സിൻ്റെ ഒരു 10-20% ഒന്നെങ്കിൽ നമ്മുടെ സെൽഫായിട്ട് ഇടുക, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വരാൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി കിടലിനായിട്ട് പോകും. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ കുറേ എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ എക്സ്ക്യൂസസും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ.